എന്താ എന്താ എനിക്ക് സന്തോഷം അങ്ങ് സഹിക്കാൻ വയ്യ. ഇത്രയ്ക്കും വലിയ സന്തോഷം? ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ഇനി ഈ വീട്ടിൽ ഉടനെ വരാൻ സാധ്യതയില്ല. നന്ദിനി ഹോസ്പിറ്റലുണ്ട്, ഗിരി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓ അത്രേ ഉള്ളോ? ഇതിനാണോ അതൊന്നും അല്ലടി മോളെ. പിന്നെ നന്ദിനി ഗിരിയെ വിളിച്ചിരുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് അവള് പറഞ്ഞത്. ഈശ്വര, നിന്നോട് എങ്ങനെയാ നന്ദി പറയും? അച്ഛൻ ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ ഇത്ര വലിയ സന്തോഷം? എടാ, നന്ദിനി ഗർഭിണിയാന്ന്. ഗിരി ഡോക്ടറോട് സംസാരിച്ചിട്ട് എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞോളൂ. ദൈവമേ, ഇതൊരു വല്ലാത്ത സന്തോഷം തന്നെയാ. നമ്മള് ഒരു കുഞ്ഞിന് വേണ്ടി അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നമുക്കൊരു സന്തോഷം തന്നല്ലോ അച്ഛാ. അതേടാ, അത് മതി. നമുക്കിത് ആഘോഷിക്കണം അച്ഛാ. ഗൗരി, നിനക്ക് സന്തോഷമായില്ലേ മോളെ? നീ ഒരു അപ്പച്ചയാവാൻ പോവാ. പിന്നെ ഭയങ്കര സന്തോഷമല്ലേ? ഇത് ആഘോഷിക്കേണ്ടത് തന്നെയാ. പക്ഷേ അതെങ്ങനെ വേണമെന്ന് ആലോചിക്കണം. എടി മോളെ, അത് എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാം. ഞാനും മുത്തച്ഛനാവാൻ പോവാ. നീ വാ, നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. വാ. ശരി. കുട്ടികൾ ജനിക്കാനുള്ള പൂജയിൽ നിന്ന് എന്നെ ഒഴിവാക്കുന്നത് ശരിയാണോ സ്വാമി? ഞാനും ആ വീട്ടിൽ ജനിച്ചു വളർന്നതല്ലേ. മറ്റുള്ളവരൊക്കെ വന്നു കയറിയവരും. അപ്പോ മകൻ നക്ഷത്രത്തിലുള്ള കുട്ടി ജനിക്കേണ്ടത് ആരുടെ വയറ്റിലാ? ഈ എന്റെ വയറ്റിലല്ലേ? അത് സാധിക്കില്ല കുട്ടി. നീ നോക്കിക്കോ, എന്ത് വില കൊടുത്തും അവള് ചെയ്യുന്ന പൂജ ഞാൻ കലക്കും. മകൻ നക്ഷത്രത്തിലെ ദേവീ ചൈതന്യമുള്ള ആ കുഞ്ഞിനെ ഈ ഞാൻ ജന്മം നൽകും. ഗൗരി, എന്താ ഇതൊക്കെ? എന്താ ഇത്? അടുത്ത് വരരുത്, കൊല്ലും ഞാൻ. ഗൗരി, ഇത് ഞാനാ, നിന്റെ രാജീവേട്ടൻ. ആരും എന്റെ അടുത്ത് വരണ്ട, എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിക്ക. ഗൗരി, നീ ഒന്ന് അടങ്ങ്. ഈ രൂപത്തിൽ നിന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ ഭയം തോന്നുന്നു. നീ ഒന്ന് സമാധാനിക്ക. സമാധാനിക്കാനോ? ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്നാ രാജീവേട്ടൻ പറയുന്നത്? വല്ലയിടത്തുനിന്നും വന്നു കയറിയവള് ആദ്യം ഗർഭിണിയായി. ഈ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞിനെ അവള് പ്രസവിക്കും. അത് ഞാൻ സഹിക്കണോ? രാജീവേട്ടന് സഹിക്കാൻ പറ്റോ? ഗൗരി, നീ ഒന്ന് അടങ്ങ്. ഗൗരി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്ദിനിയുടെ ഗർഭം മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്ത് വഴി കാണാന്ന്? ആര് ശരിയാക്കും? എത്രയോ കാലമായി ഞാൻ കണക്കൂട്ടി വെച്ച എന്റെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ അവൾ അടിച്ച അവസാന താണിയാ ഈ ഗർഭം. ഞാനല്ലാതെ ഈ വീട്ടിൽ ഒരുത്തിയും ആദ്യം പ്രസവിക്കാൻ പാടില്ല. നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ നന്ദിനി പ്രസവിക്കില്ലേ? പാടില്ല. എന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഈ വീട്ടിൽ ഒരുത്തിയും പ്രസവിക്കരുത്. അങ്ങനെ പറയല്ലേ ഗൗരി. അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നത് നമ്മൾ എങ്ങനെ തടയും? അവള് പ്രസവിക്കട്ടെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിക്കാം. താൻ വിഷമിക്കാതെ. എന്റെ കഴുത്ത്, ഇത് ഞാനാ, എന്റെ ഭർത്താവ്. അയ്യോ, എന്റെ കഴുത്ത്. അയ്യോ, ഇപ്പൊ എന്റെ ശ്വാസം പോയാന്. ശ്വാസം പോണം? എന്റെയോ? അല്ല, അവളുടെ വയറ്റിൽ ആ കുഞ്ഞിന്റെ ശ്വാസം ഇല്ലാതാവേണ്ടത്.
എന്ത് സംഭവിച്ചാലും ആ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കൊല്ലും ഞാൻ, കൊല്ലും. ഞാൻ ആദ്യം പ്രസവിക്കണം. വയറ്റി വെച്ച് തന്നെ അവളുടെ കുഞ്ഞിനെ കൊല്ലും ഞാൻ, കൊല്ലും. കൊല്ലും ഞാൻ. ഗൗരി, ഗൗരി, മതി, നിർത്ത്. അവള് നന്ദിനെ തിരക്കി പോയിരിക്കുക. ആ സ്വാതി ആശുപത്രിയിൽ നിന്ന് ആ സ്വാതി അവളെ കൊണ്ടുവരട്ടെ. സ്നേഹം കൊണ്ട് ഞാൻ അവളെ വീർപ്പ് മുട്ടിക്കും. എന്നിട്ട് വേണം എനിക്ക് ആ കുഞ്ഞിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ. ദൈവമേ, ഇവക്ക് ശരിക്കും ഭ്രാന്തായെന്നാ തോന്നുന്നത്. കൊല്ലും, കൊല്ലും ഞാൻ. ഇതത് തന്നെയാ മാടമ്പള്ളിയിലെ മനോരോഗിയായ തമിഴത്തി. എന്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? കുഞ്ഞിനെ കൊല്ലും ഞാൻ. സിസ്റ്റർ, ഒബ്സർവേഷൻ റൂം എവിടെ? മുകളിലത്തെ ഫ്ലോറിൽ. ഇതുവരെ തന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ. തന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ വരാമെന്ന് പറഞ്ഞതൊരു സ്ത്രീയാണെന്നാ തന്നെ കൊണ്ടുവന്നവര് പറഞ്ഞത്. നന്ദിനി, സ്വാതിർത്തി, നീ എന്ത് പണിയാ നന്ദിനി കാണിച്ചത്? ഇന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? നിങ്ങൾ ഇവരുടെ ആരാ? ഏട്ടത്തിയമ്മയാ. ഇവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? കുഴപ്പമുണ്ട്, വലിയ കുഴപ്പമുണ്ട്. ഈ വയ്യാത്ത അവസ്ഥയില് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഈ കുട്ടിയെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു വിടുവോ? ഇനി കുറച്ചു നാളത്തേക്ക് ഈ കുട്ടിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും പറ്റില്ല. എന്താ ഡോക്ടർ, നന്ദിനിക്ക് എന്താ പറ്റിയത്? നന്ദിനി, എന്താ മോളെ? അതെ, ഈ കുട്ടി പ്രഗ്നന്റ് ആണ്. നന്ദിനി, പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തു പോകാൻ സമ്മതിച്ച നിങ്ങളെ എന്ത് ചെയ്യണം? ഡോക്ടർ, ഞാൻ നന്ദിനി മോളെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഈ ഭാഗ്യം കിട്ടിയല്ലോ. അതെ, തൽക്കാലം 1-2 മണിക്കൂർ ഇവിടെ കിടക്കട്ടെ. ഈ മരുന്നുകളൊക്കെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചോ. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായി ഡോക്ടർ. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൺമണിയാ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പൊ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ആഘോഷിക്കും ഡോക്ടർ, ഞങ്ങൾ ഇത് ഉത്സവം പോലെ ആഘോഷിക്കും. ആഘോഷമൊക്കെ നല്ലതാ, പക്ഷെ വിശ്രമം വേണം. ഒരു ജോലിയും തൽക്കാലം ചെയ്യണ്ട. അതൊക്കെ നിങ്ങൾ വേണം ചെയ്യാൻ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ. അപ്പൊ ശരി നന്ദിനി, കൺഗ്രാറ്റുലേഷൻസ്. പോട്ടെ. നന്ദിനി, നിന്നെ തിരക്കി എവിടെയെല്ലാം അലഞ്ഞു. സത്യത്തിൽ നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് എല്ലാരും കൂടി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആ വിഗ്രഹം എടുത്തിട്ടില്ല സ്വാതിയെടുത്തി. എന്റെ വയറ്റിലെ കുഞ്ഞാണ് സത്യം. അത് വേണ്ട നന്ദിനി. ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് നമ്മുടെ വീടിന്റെ മുത്താണ്, ആദ്യത്തെ കൺമണി.
അതിനെ തൊട്ട് ഒരു സത്യവും വേണ്ട. നീ പറഞ്ഞത് എനിക്ക് വിശ്വാസം. അത് മതി. എന്റെ പൂജ മുടങ്ങിയെങ്കിലും ദേവി നിന്നെ അനുഗ്രഹിച്ചല്ലോ. സ്വാതിയടുത്തേക്ക് സത്യത്തിൽ എന്നോട് ശരിക്കും ദേഷ്യമുണ്ടോ? എന്തിന്? ഇത് സന്തോഷിക്കാനുള്ള കാര്യല്ലേ, പിന്നെന്തിനാ ദേഷ്യം? ഏട്ടത്തെക്കാൾ മുന്നേ ഞാൻ ഗർഭിണിയായതില് ഏട്ടത്തേക്ക് കുഞ്ഞുണ്ടായി കാണാനല്ലേ വലിയച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അച്ഛനെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാത്തതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. നന്ദിനി, എന്റെ വയറ്റിലായാലും നിന്റെ വയറ്റിലായാലും ഇനി ഗൗരിയുടെ വയറ്റിൽ ജനിച്ചാലും ഈ കുഞ്ഞ് നമ്മുടെ വീടിന്റെ ഓമനയായിട്ട് തന്നെ വളരും. നിനക്കിത് സ്വന്തം കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ് എന്നെ വല്യമ്മേ തന്നെയല്ലേ വിളിക്കുന്നത്. എന്റെ സ്വന്തം കുഞ്ഞിന്റെ സ്ഥാനത്തല്ലേ ഈ കുഞ്ഞും. ആ സന്തോഷം മതി എനിക്ക്. ഇപ്പോഴെന്റെ ഉള്ളിലെ വലിയ ഭാരം മാറിയത്. അതിരിക്കട്ടെ, നീ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? അതൊക്കെ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. സിദ്ധൻ പറഞ്ഞ മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞായിരിക്കും ചിലപ്പോ നിന്റെ ഈ വയറ്റിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കി നീ എത്ര ഭാഗ്യവതിയാ. ഇന്നവിടെ ശരിക്കും ആഘോഷം തന്നെ ആയിരിക്കും. ഏട്ടത്തി, നമുക്ക് ഉടനെ പോണം. എനിക്ക് ഗിരിയേട്ടനൊന്ന് കാണണം. ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങാം. ഇത്രയ്ക്ക് ധൃതി വേണ്ട. ഞാൻ ആദ്യം ഫാർമസി പോയി ഈ മരുന്നൊന്ന് വാങ്ങട്ടെ, എന്നിട്ട് പോവാം. ഇതിനകത്ത് കിടക്കുന്ന ആളെ വളരെ സ്പെഷ്യലാ. നിനക്ക് മാത്രല്ല, നമ്മുടെ വീടിന് മുഴുവൻ. അത് ഓർമ്മ വേണം. ഞാൻ പോയിട്ട് വരാം. അനങ്ങാതെ കിടക്കണം. അതെ, നിന്റെ അച്ഛന് ഇഷ്ടം മോളെയാ. ഞങ്ങളുടെ നല്ല മോളായിട്ട് തന്നെ ജനിച്ചേക്കണേ. മോള് തന്നെ ആയിരിക്കും. ഹലോ ഏട്ടാ. സ്വാതി, താനിപ്പോ എവിടെയാ? നന്ദിനിയുടെ അടുത്ത് എത്തിയോ? ഏട്ടാ, ഞാൻ ഹോസ്പിറ്റലിലെത്തി. നന്ദിനിയെ കണ്ടു. അവക്കൊരു കുഴപ്പമില്ല. ആണോ? ഞാൻ ഫാർമസിയിലെ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാ. ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തില്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞല്ലേ ജനിക്കാൻ പോകുന്നേ. മകൻ നക്ഷത്രത്തിലെ മങ്കിയായിരിക്കും അവള്. ഇതിപ്പോ സംസാരം കേട്ടിട്ട് കുഞ്ഞിന്റെ അച്ഛനേക്കാൾ വലിയ സന്തോഷം ഏട്ടനാണല്ലോ. അതെ, എനിക്ക് വലിയ സന്തോഷം തന്നെയാ. ഞാനൊരു കേക്ക് വാങ്ങാൻ പോകാൻ ഇറങ്ങുക. എടോ, അതിരിക്കട്ടെ, തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമോ? എന്തിനു? അല്ല, ആദ്യം നമുക്ക് കുഞ്ഞുണ്ടാവാതെ അവർക്ക് കുഞ്ഞ് ജനിക്കുന്നതില് തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഏട്ടന്റെ ഒരു കാര്യം. ഏട്ടാ, ദൈവം നമുക്കൊരു കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായാലും കിട്ടും. ഇതിപ്പോ ഗിരിക്ക് ദൈവം അനുഗ്രഹിച്ചു കിട്ടിയ സൗഭാഗ്യം. നമ്മുടെ കുടുംബത്തിലെ അടുത്ത തലമുറയിലെ ആദ്യത്തെ കുരുന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ തൽക്കാലം ഇത് ധാരാളം. നമുക്ക് സന്തോഷം തന്നെയാ. പക്ഷേ സന്തോഷം തീരെ ഇല്ലാത്ത ചിലരും ഇവിടെ ഉണ്ട്. ആര്? നമ്മുടെ വീട്ടിലെ ആർക്കാ ഇതിൽ സന്തോഷം ഇല്ലാത്തത്? ഗൗരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ഫോണിൽ ഗിരി വിളിച്ച് നന്ദിനി ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ ഗൗരിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നാ എനിക്ക് തോന്നിയത്. അതൊക്കെ ഏട്ടന് തോന്നുന്നതാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അപ്പച്ചിയല്ലേ ഗൗരി? അത് മാത്രല്ല, ആരുടെ വയറ്റിൽ ജനിച്ചാലും ആ കുഞ്ഞ് ജനിക്കുന്നത് നമ്മുടെ വീട്ടിലല്ലേ. ആ ഏട്ടനൊരു കാര്യം ചെയ്യാം, പോയി കേക്ക് വാങ്ങിച്ച് വേഗം വാ. അപ്പോഴേക്കും നന്ദിനിയും കൊണ്ട് ഞാനും അങ്ങ് എത്താം. ശരി, ഓക്കെ എന്നാ. നീ ഇതുവരെ പോയില്ലേടാ? അച്ഛാ, ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാം. അല്ല, മുത്തശ്ശനാവാൻ പോകുന്നതിന്റെ ഒരു സന്തോഷേ. അതേടാ, എന്റെ സന്തോഷം നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ എന്റെ പ്രായത്തിലെത്തണം. ഓ, അതിനൊക്കെ ഇനി എത്ര കാലം കിടക്കുന്നു. തൽക്കാലം എനിക്ക് ഈ പ്രായം തന്നെ മതി. ഞാൻ പോയിട്ട് വരാം. എടാ, എന്താ അച്ഛാ? ഗൗരി അവള് അച്ഛാ, അച്ഛൻ കേട്ടതും കണ്ടതും ഒന്നും തൽക്കാലം മറ്റാരോടും പറയണ്ട. പറയാതിരുന്നിട്ട് എന്താ കാര്യം? ഗൗരിയുടെ മനസ്സിൽ വല്ലാത്ത പകയുണ്ട്. അവൾ ആഗ്രഹിച്ചത് അവളുടെ കുഞ്ഞ് ആദ്യം ഈ വീട്ടിൽ ജനിക്കണമെന്നാ. അതാ അവൾ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത്. അച്ഛാ, അതൊക്കെ സാവധാനം മാറിക്കോളും. നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാ മതി. ഇപ്പോ ഇതൊരു തീപ്പൊരിയാ. അത് നമ്മളായിട്ട് ഊതി കത്തിക്കാതിരുന്നാ മതി. അതുകൊണ്ട് ആരോടും ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. അതാ ഇപ്പം നല്ലത്. ആ, ശരിയാ, നോക്കാം എത്ര വരെ പോകുന്നു. ഹലോ ഗിരി. ഹലോ എടത്തി, നന്ദിനി എവിടെ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവള് ചിലപ്പോ ഇഞ്ചക്ഷൻ എടുത്തതിന്റെ മയക്കത്തിലായിരിക്കും. പിന്നെ അച്ഛനാവാൻ പോകുന്നതിന്റെ ചെലവുണ്ട് കേട്ടോ. സിദ്ധൻ പറഞ്ഞതുപോലെ മകൻ നക്ഷത്രത്തിലുള്ള ഒരു പെൺകുഞ്ഞ് നിനക്ക് ജനിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മകൻ നക്ഷത്രത്തിൽ ജനിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള പെൺകുട്ടിയെ കിട്ടിയാൽ മതി. എടാ കള്ള, അപ്പൊ നിനക്ക് പെൺകുഞ്ഞ് തന്നെ വേണോ അല്ലേ? വേഗം വാ, ഞാൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. നന്ദിനി, നന്ദിനി, ഇവളിത് എവിടെ പോയി? നന്ദിനി, നന്ദിനി.
ചേട്ടാ